പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനത്തിൽ വിശുദ്ധ അന്തോണീസിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ദിനമാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, ദുഃഖങ്ങളും, സങ്കടങ്ങളും, ആരും ഇല്ലല്ലോ എന്ന തോന്നലുകളെല്ലാം നമുക്ക് അന്തോണീസിന്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 119:71. അവിടെ വചനം പറയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി, പറയാണ്, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അതായത് നമുക്കെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് മാത്രം, ദാതാവിനെ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ, നമ്മുടെ ശരിക്കും പ്രാർത്ഥനയിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ ഒരു പക്ഷെ കുറേ കൂടി അടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടൽ, രോഗങ്ങൾ, സങ്കടങ്ങൾ, തകർച്ചകൾ, ഒന്നിനു പുറകെ ഒന്നായി തിരമാല കണക്കെ പ്രശ്നങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു പക്ഷെ നല്ല കാലത്ത് എന്നതിനേക്കാൾ യേശുവിലേക്ക് നമ്മൾ അടുത്തിട്ടുള്ളത് നമ്മുടെ കഷ്ടകാലങ്ങളിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്ന് ആത്മശോധന ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിയുടെ കാലത്തേക്കാൾ ഞാൻ യേശുവായിട്ടുള്ള ആത്മബന്ധം വന്നിട്ടുള്ളത് എൻ്റെ സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിലാണ്. അതാണ് വചനം എത്ര മനോഹരമായിട്ട് പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടധൈര്യരാകുന്ന സമയത്ത്, ഞങ്ങളുടെ ജീവിതം ഒറ്റപ്പെടുന്ന സമയത്ത്, രോഗങ്ങളും ദുരിതങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന സമയത്ത്, കർത്താവെ, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്കുവാൻ, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, ഈ ആശീർവാദ വേളയിൽ ഈ ഒരു കൃപ ഞങ്ങൾ എല്ലാവരിലും കത്തിപ്പടരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.